PV അൻവർ ഒരു തീപ്പന്തമായി ഉയർന്ന് പന്തലിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ആ മാധ്യമങ്ങൾക്കിട്ട് തന്നെ അടി കൊടുത്തിരിക്കുകയാണ് അൻവർ ഇപ്പോൾ. ഏഷ്യാനെറ്റിന്റെ സാമിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടർ കൈകാര്യം ചെയ്തു PV അൻവറിന്റെ ടീം എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. PV അൻവറിന്റെ ഒരു കേസും വന്നിട്ടുണ്ട്, ഫോൺ ചോർത്തൽ. നമ്മൾ നേരത്തെ പറയുന്ന കാര്യമാണ് ഫോൺ ചോർത്തൽ കേസ്. PV അൻവറെ വലിയ സംഭവമാണത്. എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദ പ്രവർത്തനത്തിന് സമാനമായ പ്രവർത്തനമാണ് ഇതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അൻവർ അപ്പോഴും പിണറായി തൻ്റെ പോക്കറ്റിലാണ് എന്ന ധൈര്യത്തിൽ അൻവർ കളിച്ച് ചിരിച്ച് ഞാൻ ഇനിയും ചോർത്തും, എവിടെ നിന്നാണ് ഞാൻ ചോർത്തിയെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ചോർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി ചോർത്തണ്ടേ എന്നൊക്കെയുള്ള ഡയലോഗ് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ PV അൻവർ ചട്ടിയിലായോ? ഇത്തിരി ഗുരുതരമായിട്ടുള്ള ക്രൈമാണ് കറുകച്ചാൽ ഇട്ടിരിക്കുന്നത്. അതായത് സൈബർ ക്രൈം വിഭാഗത്തിലെ കേസാണ് എടുത്തിരിക്കുന്നത്. പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ കടന്നുകൂടി പോലീസിന്റെ സംഭാഷണങ്ങൾ ചോർത്തി സംസ്ഥാനത്ത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. ജാമ്യമില്ലാ വകുപ്പ്. കറുകച്ചാൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കറുകച്ചാലുള്ള ഒരു തോമസ് ആണ്, പൊതുപ്രവർത്തകനായിട്ടുള്ള തോമസ് എന്ന ആളാണ് ഇതിൽ പരാതി നൽകിയത്. പോലീസിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് PV അൻവറിന്റെ വീടിന്റെ. അത് ചെയ്യുമല്ലോ, പ്രതിയാണെങ്കിലും ചെയ്യുമല്ലോ. അത് ശരി, പ്രതിയാണ്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാണ്, നമുക്ക് ജാമ്യം കിട്ടി അല്ലെങ്കിൽ നമുക്കെതിരെ FIR ഉണ്ട്, നമ്മൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിർദ്ദേശം റിപ്പോർട്ട് വരികയാണെങ്കിൽ നമുക്ക് സുരക്ഷ പോലീസ് തരും. നമ്മൾ ക്രൈം കേസിലെ പ്രതിയാണെങ്കിൽ നമുക്ക് സുരക്ഷ തരും. അതങ്ങനെയാണ് പോലീസ്. ഇപ്പം അൻവർ ഇപ്പോ അലനല്ലൂരിൽ, അത് മണ്ണാർക്കാടാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ ഏറ്റവും അവസാനം സംസാരിച്ചത് മണ്ണാർക്കാട് അലനല്ലൂരിലാണ്. അവിടെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയ അൻവറിനോട് ഈ കൂട്ടം എല്ലാം കൂടെ ചെന്ന് മൈക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് അൻവറിനോട് ചോദ്യം ചോദിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം അവിടെ എടുത്തിട്ട് ഇടിച്ചു. എന്താ ചോദിച്ചത്? ഈ കേസെടുത്തതിനെ കുറിച്ച് ചോദിച്ചു. അത് വൈകിട്ട് നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം അൻവർ വിളിച്ചിട്ടുണ്ട്. ആ പൊതുസമ്മേളനത്തിൽ എന്താ പറയാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. കാര്യം കൈവിട്ട കളിയാണ് അൻവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ചുറ്റുമുള്ള ഈ ആരാധക വൃന്ദം അത് അൻവറിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. അത് പ്രോത്സാഹനം കൊടുത്ത് കുഴി ചടിക്കാൻ അത് ഇന്നലെ EN മോഹൻദാസിന്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അതായത് മലപ്പുറം ജില്ലാ സെക്രട്ടറി, തീവ്ര വർഗീയ ശക്തികളുടെ തടവറയിലാണ് അൻവർ എന്നാണ്. എങ്ങനെ ഇരിക്കുന്നു? അതായത് അൻവറിനെ കുറിച്ച് അൻവർ ഒരു മത തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയശങ്കറിന്റെ നേരെ മറ്റേ കക്കൂസ് മാലിന്യം ഒഴിക്കാൻ നടന്നതാണ് അൻവർ. ഇപ്പോ മലപ്പുറത്തെ CPM-ന്റെ സെക്രട്ടറി തന്നെ പറയുന്നു തീവ്ര മതസംഘടനകളുടെ തടവിലാണ് തടവിലാണ്. അവർ പറയുന്ന അനുസരിച്ചാണ്. അയാൾ ഉദ്ദേശിച്ച ജലീലിനെ ആയിരിക്കും. അൻവറിന്റെ പിറകിൽ ജലീലുണ്ട്. അല്ല, അൻവറും ജലീലും എല്ലാം കൂടെ ചേർത്ത് പുതിയൊരു പാർട്ടി പ്രഖ്യാപിക്കാനുള്ള ശ്രമമാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അത് ലീഗിന് വെല്ലുവിളിയാണ്. ലീഗിന് പലതരത്തിലുള്ള വെല്ലുവിളി. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന വന്നു കഴിഞ്ഞാൽ അത് ലീഗിന് എപ്പോഴും വെല്ലുവിളിയാണ്. ഇവിടെ SDP ഉള്ളപ്പോഴും NDF ഉള്ളപ്പോഴും ഒക്കെ തന്നെ അത് മുസ്ലിം ലീഗിന് വെല്ലുവിളിയായിരുന്നു. കാരണം അവരുടെ അടിസ്ഥാനമാണ് ഇവർ ചോർത്തിക്കൊണ്ടുപോകാൻ സാധ്യത. മലപ്പുറത്ത് അവരുടെ ഒരു ബേസ് ചോർത്തിക്കൊണ്ടുപോയി. അപ്പോൾ അത് ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. ലീഗ് നേതാക്കളുമായും കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ടും ഒക്കെ PV അൻവർ ഇതിനോടകം സംസാരിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഗവർണർക്ക് ഇതിന്റെ റിപ്പോർട്ട് പോകുന്നുണ്ട്. ഗവർണർ ഇതിന്റെ റിപ്പോർട്ട് ചോദിച്ചു. ഗവർണർ ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ വിരട്ടിയപ്പോ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഗവർണർ ഒരു പരാതി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അൻവറിനെ അതാണ് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. അത് ഗവർണർ റിപ്പോർട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് NIA-ലേക്ക് പോകും. അവസാനം 100% കേസ് അത് അവസാനം ഈ കേസ് ഏറ്റവും അവസാനം NIA-ലേക്ക് കൊണ്ട് നിർത്താനുള്ള പരിപാടിയാണ്. നമ്മൾ പറഞ്ഞതൊന്നും തെറ്റാറില്ല. പിണറായി അൻവറിനെ NIA-ക്ക് പിടിച്ചു കൊടുത്തിരിക്കുകയല്ലേ ചെയ്യും. അത് തീർച്ചയായും ആ ഒരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇത്രയും ദിവസവും കയ്യും കെട്ടി നോക്കിയിരുന്നു. ഇത് 3ാമത്തെ ആഴ്ചയാണ് അൻവർ ഈ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യം പറഞ്ഞിട്ട്. ഇത് 3ാമത്തെ ആഴ്ചയാണ്. 3ാമത്തെ ആഴ്ചയിലാണ് ഈ ഒരു പരാതി കോട്ടയത്ത് കറുകച്ചാലിൽ പോയി നിന്നത്. കറുകച്ചാലിൽ ഒരു പൊതുപ്രവർത്തകൻ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇത് പരാതി മലപ്പുറത്തു നിന്നോ കണ്ണൂരിൽ നിന്നൊക്കെ പോകേണ്ട പരാതിയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പോകേണ്ട ഒരു പരാതിയാണ്. പക്ഷെ ഇത് കറുകച്ചാലിൽ നിന്ന് പരാതി പോയി. അത് ആ പരാതി പോലീസ് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പിട്ട് FIR ഇട്ടു. അതിന് ഇവിടുത്തെ DGP-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം ഉണ്ടല്ലോ, ഈ
ഈ കേസ് അന്വേഷിക്കുന്നത്. അതായത് ADGPയുമായി ബന്ധപ്പെട്ട അൻവറിന്റെ ആരോപണം അന്വേഷിക്കുന്നത് DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘമാണ്, 3 അംഗ സംഘമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംഘത്തിലേക്ക് ഈ പരാതിയുടെ കോപ്പി വരും. ഈ പരാതിയുടെ കോപ്പിയും കൂടെ വരുമ്പോൾ ഇതിന്റെ കൂടി അന്വേഷണം ഇനി അവരായിരിക്കും നടത്തുന്നത്. ഇതിന്റെ അൻവർ ഈ മനസ്സിലാക്കേണ്ട ഒരു സാധനം, അൻവർ ഈ മലപ്പുറം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തുള്ള കളിയല്ല ഇത് പോയി അങ്ങ് മേലോട്ട് പോവുക. പിണറായിയുടെ അടിസ്ഥാനം ചോരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിണറായി എന്തും ചെയ്യാൻ ശ്രമിക്കും. പാർട്ടിയെ കൊണ്ട് അൻവറിനെ അവിടെ നേരിടാൻ പറ്റത്തില്ലെന്ന് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. മലപ്പുറത്തൊന്നും നിലമ്പൂരും കൊണ്ട് നേരിടാൻ പറ്റും, കേന്ദ്രത്തിനെ കൊണ്ട് പറ്റും. കേന്ദ്രം അത് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഈ NIA ടീമുകൾ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്നേ. അവരുടെ ഏറ്റവും വലിയ ആസ്ഥാനമൊക്കെ അവരുടെ വലിയ ആസ്ഥാനം വരുന്നുണ്ട്. മാത്രമല്ല ഈ ഇവിടെ നമ്മുടെ ഈ പബ്ലിക്കില് ഇവരുടെ ആൾക്കാരുണ്ട്, ഈ റോയുടെ ആൾക്കാരുണ്ട്, NIAയുടെ ആൾക്കാരുണ്ട്. ഇവര് ഇതിനകത്തെല്ലാം വട്ടം കറങ്ങും. അവരൊന്നും അറിയാത്തതൊന്നുമല്ലത്, അവരിതെല്ലാം അറിയുന്നുണ്ട്. ഈ അറിയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് ഈ സാധനം കിട്ടണം. അവരുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി അവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ കിട്ടിയ അൻവറിന്റെ ഊപ്പാട് അവർ വരുത്തും. ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ടുള്ളവരൊന്നും അവർ അങ്ങനെ അധികം പെട്ടെന്ന് വിടത്തില്ല. അൻവറിനെ ഇവിടുന്ന് തൂക്കിയെടുത്തോണ്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അധികം സമയമൊന്നും വേണ്ട. അൻവർ പോലും അറിയത്തില്ല. ഒരു ദിവസം രാവിലെ അതറിയത്തില്ലേ, നമ്മുടെ എറണാകുളത്ത് പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നിട്ട് ബംഗാളി, പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന ബംഗാളി രാവിലെ അടിച്ചു നോക്കിയപ്പോ കോട്ട് സൂട്ടിട്ടിരിക്കുന്നത്. പൊറോട്ട അടിച്ചോണ്ടിരുന്ന ബംഗാളി രാവിലെ ആയപ്പോ കോട്ട് സൂട്ട് ഇട്ട് മുതലാളിയെ തൂക്കിക്കൊണ്ടങ്ങ് പോയി. മുതലാളി വിചാരിച്ച് ഇവ എന്തോ നാട്ടിൽ പോകാൻ നിൽക്കും. അത് നാട്ടിൽ പോകാൻ നിൽക്കുന്നു, പൈസ കൊടുക്കാൻ തുടങ്ങിയത്. അതൊരു അതുപോലെയുള്ള അവസ്ഥയിലേക്കാണ് ഈ കേസ് എത്തിച്ചെല്ലുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ക്രൈമാണ്. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ കടന്നുകൂടി. ഇവിടെ എന്താണെന്നറിയാം, ഇവിടെ 33 പേരുടെ ഫോൺ നമ്മൾ ചോർത്തുന്നുണ്ട്. നമ്മൾ ഇവിടെ പോലീസിൽ, അതായത് DGP അടക്കം അറിഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ സംസ്ഥാനത്ത് 33 പേരുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പോലീസ് ചെയ്യുന്ന പരിപാടിയാണ്. പോലീസിന് അനുവാദമുണ്ട്. പോലീസ് നക്സൽ ബാധിത മേഖലകളിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ നക്സൽ ബാധിത മേഖലകളിൽ ഇത് അവിടുത്തെ സ്റ്റേറ്റ് പോലീസ് തീരുമാനിച്ചുകൊണ്ട് വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ബാക്കിയുള്ള നമ്മുടെ സേനകൾ ചെയ്യുന്നുണ്ട്. സേനകളൊക്കെ തന്നെ, നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം ഒക്കെ തന്നെ, കേന്ദ്ര സേനകളിലെ ഇന്റലിജൻസ് വിഭാഗം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. പെഗാസസ് ഒക്കെ നമ്മൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ചോർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ 33 പേരുടെ അവരുടെ ലിസ്റ്റ് എന്താണെന്ന് ഇതുവരെ സംസ്ഥാന പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അത് പോലീസിന്റെ രഹസ്യരേഖയാണ്. അതെങ്ങനെയാണ്, അത് ആരുടെയൊക്കെയാണ് ചോർത്തുന്നത് എന്നുള്ളത് പോലീസിന്റെ രഹസ്യരേഖയാണ്. അത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ 33 പേര് മാത്രം ചോർത്തുന്നുള്ള പോലീസിന്റെ കണക്കിരിക്കെ അൻവർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ സാധിക്കുന്നു? അത് ഈ ATS സംവിധാനത്തിലൂടെയാണ് അത് ചെയ്യുന്നത്. അല്ല, ATS സംവിധാനത്തെ ഉപയോഗിച്ച് എന്റെ ചോർത്തുന്നു എന്ന് പറഞ്ഞു. അൻവർ എങ്ങനെ തിരിച്ചു ചോർത്തുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അൻവറിനെ കൊണ്ട് അത് നടക്കില്ലെന്നേ. അല്ലെങ്കിൽ പോലീസിനകത്ത് അല്ല, പോലീസിനകത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ പിന്തുണ അൻവറിന് ആരെങ്കിലും നൽകണം. അൻവറിന് ആരെങ്കിലും നൽകണം. ഇന്റലിജൻസ് വിഭാഗത്തിലിരിക്കുന്ന, പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിലിരിക്കുന്ന ആരെങ്കിലും. അങ്ങനെ മാത്രമേ അൻവറിന് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം അൻവറിന് പോലീസിന്റെ ഫോൺ ചോർത്തണമെങ്കിൽ പോലീസിനകത്ത് അൻവറിന്റെ ചാരന്മാരുണ്ടായിരിക്കും. അല്ലാതെ ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഒന്നും നടത്താനുള്ള കഴിവ് അൻവറിനുണ്ടെന്ന് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നില്ല. നമ്മുടെ സൈബർ ഏരിയ കണ്ടിട്ടുണ്ട്, സൈബർ സെൽ ഏരിയ കണ്ടിട്ടുണ്ടോ? ഈ ഒരു എന്താ പറയാ, റിപ്പോർട്ടർ സ്റ്റാൻഡിന്റെ ഫ്ലോർ പോലെ അതിങ്ങനെ ഒരു റൗണ്ട് ചെയ്തായിരിക്കും. പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പൊതുജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിധ ഉപയോഗമില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. സൈബർ പരാതി ഒരെണ്ണം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കൊടുത്ത അത് അവിടെ കിടക്കേ ഉള്ളൂ. അല്ലാതെ ഇവരെ കൊണ്ട് യാതൊരു വിധ ഉപയോഗമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുത്തൻ തെറി വിളിച്ചാൽ മാത്രമേ അവൻ ഇനി ഏത് ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ഇവർ തപ്പിയെടുക്കത്തുള്ളൂ. നമുക്ക് വല്ല തെറിയോ വല്ല ഭീഷണിയോ വല്ല വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തേ, കോൾ ബ്ലോക്ക് ചെയ്തേക്കാൻ പറയും. അത്രേ ഉള്ളൂ. അവർക്ക് അത്രേ ചെയ്യാൻ. നമുക്കറിയാൻ പറ്റത്തില്ലേ കോൾ ബ്ലോക്ക് ചെയ്യാൻ? അവര് ഈ പറയുന്നത് അത് നമുക്ക് നമ്മൾ തന്നെ കോൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാൽ പോരെ. അതെ, അത് വളരെ വീക്കല്ലേ എന്ന് ഷാമിന് തോന്നുന്നില്ല. വളരെ അവർക്ക് അവർക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ വിടാറില്ല. അവരെ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ വിടാൻ, അങ്ങനെ അവർക്ക് ഭാരിച്ച പണികൾ വേറെ ഇങ്ങനെ ജോലി ചെയ്യാൻ വിട്ട് അവര് പൊളിക്കുവോ? അവര് നല്ല രീതിയിൽ ചെയ്യാനൊക്കെ എക്സ്പേർട്സ് ആണ്. അവര് അവിടെ ഇരിക്കുന്നൊക്കെ സൈബർ ഡോം ആണെങ്കിലും സൈബർ സെൽ ആണെങ്കിലും അവരൊക്കെ വളരെ എക്സ്പേർട്സ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവർക്ക് എന്താ കൊണ്ട് കേരള പോലീസിന്റെ സൈബർ വിങ്ങിന്റെ പ്രധാനപ്പെട്ട പണി ഫേസ്ബുക്കിൽ പോലീസ് മാമന്റെ പോസ്റ്റ് ഇടുക.
പോസ്റ്റ് ഇടുക, പിന്നെ ആളുകൾക്ക് കമന്റ് ചെയ്യുക, ഫേസ്ബുക്ക് 1 മില്യണിലേക്ക് കൊണ്ടെത്തിക്കുക, അതെ, ന്യൂയോർക്ക് പോലീസിനെ കാട്ടിലും മുകളിൽ നമ്മളാവണമെന്ന് പറയുക. പോലീസുകാർ ചെയ്യുന്ന പല പല നല്ല കാര്യങ്ങളും വെട്ടി വാട്സാപ്പിൽ 30 മിനിറ്റ് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടിട്ട് BGM ഇട്ട് നമ്മൾ അവരെ അനുകൂലിച്ചൊരു വാർത്ത ചെയ്ത് നോക്ക്. അവര് നമ്മുടെ കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പിന്നെ ഫൈനൽ P2C ഉണ്ടല്ലോ, P2C കട്ട് ചെയ്ത് കളഞ്ഞ് ഇതിന്റെ നമ്മുടെ നമ്മൾ എന്തോരം വാർത്തകൾ പോലീസിനെ അനുകൂലിച്ച് ചെയ്തില്ല. അത് നല്ല ജെന്യുവൻ ആയിട്ടുള്ള നമുക്ക് ചെയ്യുന്ന, പക്ഷെ ഒന്നും കണ്ടില്ല. അല്ല, എന്റെ കുറെ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഈ നിയമലംഘനം നടത്തുന്ന ഈ MVD നടത്തുന്ന ചെറുപ്പക്കാരുടെ അവര് ലംഘനം നടത്തുന്ന ആ ഒരു ദൃശ്യങ്ങളും പിന്നെ MVD പോയി പിടിക്കുന്ന ആ ദൃശ്യങ്ങളും ഇട്ട് മാസ് BGM ഇട്ട് ഇറക്കുക പണി എന്ന് പറയുന്നത്. അല്ല, ഇവരെ കൊണ്ട് ചെയ്യിക്കേണ്ട പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഇവിടെ ഒരു സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം എന്താ, ഇവിടുത്തെ മേയർ ആര്യ തെറി പറയുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു അവരുടെ പ്രധാന പരിപാടി. ഇവിടെ എത്ര കേസ് എടുക്കേണ്ടി വന്നു അവർക്ക്, അത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആര്യയുടെ ഭർത്താവിനെ തെറി പറയുന്ന ആളുകളെ നോക്കി വെച്ച് കേസെടുക്കുക. ഇങ്ങനെ ഈ ഭരിക്കുന്ന വിഭാഗത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൽ പോയി ചുരണ്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. ഏതായാലും ഈ അൻവർ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അൻവറിന് ഈ നമ്മുടെ ഈ പറയുന്ന സൈബർ സെല്ലിലോ സൈബർ ഡോമിലോ അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ വിഭാഗത്തിലോ സ്പെഷ്യൽ ബ്രാഞ്ചിലോ ആൾ വേണം. സ്പെഷ്യൽ ബ്രാഞ്ചിലോ ആളുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അൻവർ ഒരു വമ്പൻ സ്രാവാണ്. ഇനിയിപ്പോ NIA ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ എന്റെ ഒരു ഊഹം വെച്ചിട്ട് മിക്കവാറും അൻവറിന്റെ ഒരു വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ പല കഥകളും അൻവറിന്റെ കയ്യിൽ ഒരു ബോംബുണ്ട്. അതെന്തായാലും പൊട്ടിച്ചിട്ടില്ല. അൻവർ ഇപ്പോഴും ഏറുപടക്കമാണ്. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ വ്യൂ വെച്ചിട്ട് അതൊരു വലിയ ബോംബാണ്. എന്റെ ഒരു പേഴ്സണൽ വ്യൂ വെച്ചിട്ട്. പക്ഷെ സ്വയം പൊട്ടി മരിക്കുന്നതിന് തുല്യമാണ് അൻവർ. എന്നാ മറ്റുള്ളവർ മരിക്കുകയും ചെയ്യും കൂട്ടത്തിൽ. അൻവറിന്റെ കയ്യിരിക്കുന്ന സാധനം അൻവറിന് ഇവരുടെ വിദേശത്തെ കളികൾ മൊത്തം അറിയാവുന്നത്. ഇവരുടെ വിദേശത്തെ എന്തൊക്കെ ബിസിനസ് ഉണ്ട്, എന്തൊക്കെ ഇല്ലീഗലായിട്ട് ഇവർ നടത്തുന്നുണ്ട്, ഇതിന്റെ എല്ലാ സാധനവും അൻവറിന്റെ. അതൊക്കെ അൻവറും ചെയ്യുന്നുണ്ടായിരിക്കാം. ആരോപണമാണ്. അൻവറും ചെയ്യുന്നുണ്ടായിരിക്കാം. അൻവറിനെ ചെയ്യാൻ സമ്മതിക്കാതെ ഇവർ ചെയ്യുമ്പോഴായിരിക്കും അൻവറിന്റെ പ്രശ്നം. ഇത് കള്ളന്മാര് തമ്മിലുള്ള അടിയാണ്. അതെ, അത് കണ്ടോണ്ടിരിക്കും. ഇപ്പൊ മോഹൻലാൽ ലൂസിഫർ പറയും പോലെ രാഷ്ട്രീയത്തിൽ നന്മ തിന്മകളില്ല, തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് തമ്മിൽ തല്ലുന്നത്, അവരുടെ ആരാണ് മികച്ച കള്ളൻ എന്നുള്ള വിഷയത്തിലുള്ള മത്സരമാണ് അവര് തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അൻവറിനെതിരെ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുകയാണ് സർക്കാർ. 3 ആഴ്ചയ്ക്ക് ശേഷം ആദ്യത്തെ വെടി. ഇത് അൻവറിന് നല്ല രീതിയിൽ കൊള്ളുന്നൊരു വെടിയാണ്. കാര്യം അൻവറിനെ ചുരണ്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധനത്തിലാണ് പോയി ചുരണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കേസുകളുടെ പെരുമഴ പല ഭാഗത്തു നിന്നും അൻവറിനെതിരെ കേസ് കൊടുക്കും. അതൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അൻവർ ഈ NIA ഒക്കെ വരുന്ന ഒരു ഘട്ടം എത്തുവാണെങ്കിൽ അൻവറിന്റെ കയ്യിലിരിക്കുന്ന സാധനം എടുത്ത് പൊട്ടിച്ച് ഇവരുടെ തീരുമാനം ഉണ്ടാക്കും, അൻവറിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. അതാ സംഭവിക്കാൻ പോകുന്നത്.